മാർട്ടിൻ, താങ്കൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പരാതി കൊടുക്കണം എന്ന് തോന്നിയത്? കാര്യം താങ്കൾ ഈ പറയുന്ന സിനിമകളൊക്കെ എന്നോ ഇറങ്ങിയതാണ്, അത് എന്നോ ആളുകൾ കണ്ടതാണ്, അത് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു വന്ന സിനിമകളാണ്. അല്ല ഏതെങ്കിലും തരത്തിൽ താങ്കൾ ഈ പറയുന്ന രീതിയിലുള്ള പോൺ വകുപ്പിൽ പെടുന്നതല്ല ഈ സിനിമകളൊന്നും. എന്തുകൊണ്ടാണ് ഇപ്പോഴാ പരാതി ശ്രീ മാർട്ടിൻ മേനാച്ചേരി? ഞാൻ ഇപ്പോഴല്ല പരാതി കൊടുത്തത്. ഞാൻ പരാതി കൊടുക്കുന്നത് ഞാൻ 1-ാം തീയതി, അതായത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അപ്പം പോലീസ് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്തില്ല. അതിനുശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന് ശേഷം അവിടെ നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ നേരെ CJM കോടതിയെ വക്കീൽ മുഖാന്തരം ഞാൻ സമീപിക്കുന്നത്. മാർട്ടിൻ, അത് താങ്കൾ പരാതിയിൽ പറയുന്നത് എന്താണ്? രതിനിർവേദം, പാലേരി മാണിക്യം സിനിമ, പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ ഈ വൾഗറായ വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ സിനിമകളാണ്, ഇത് അവരുടെ സിനിമകളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സിനിമകളാണ്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ അശ്ലീല വെബ്സൈറ്റ് ഗണത്തിൽ പെടുന്ന സിനിമകളെ അല്ല, അത് രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ പാലേരി മാണിക്യം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ആ സിനിമകളിലെ ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതിന് ശ്വേത ഉത്തരവാദിയാണോ? അതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് ഇനി അവരാണ് പറയേണ്ടത്. കാരണം അതെങ്ങനെയാണ് ശരിയോ? താങ്കളല്ലേ പറയുന്നത്? അല്ല ശ്രീ മാർട്ടിൻ മേനാച്ചേരി, ഇപ്പോ ഇത് ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നു, അതിന് അഭിനയിക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു പ്രമേയം, താങ്കൾക്കറിയാവുന്ന ആ സിനിമയ്ക്ക് ഒരു പ്രമേയം ഉണ്ടാകും, അതിനൊരു സംവിധായകനുണ്ടാകും, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. ആ സംവിധായകൻ പറയും പ്രകാരം ആ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികളെടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അപ്പോൾ അതായത് 1999 ഇവർ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിന് ഇവരൊരു ഇൻ്റർവ്യൂ, അന്ന് ഈ ശ്വേതാ മേനോൻ അത്ര പ്രസക്തിയായിട്ടുള്ള ആളൊന്നുമല്ല, പ്രശസ്തിയൊന്നും നേടാത്ത ഒരാളാണ്. അന്ന് ആ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വുമണാണെന്നും പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെക്സിന് വേണ്ടി ഏത് വീഡിയോസും ഞാൻ ചെയ്യുമെന്നും എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് താങ്കൾ ഇതിലേക്ക് സെക്സ് കൂടെ പറയുന്നത് എന്തിനാ? ഇത് സിനിമയാണ് അല്ലേ? താങ്കളുടെ പരാതിക്ക് ആധാരം സിനിമയാണ്, അതല്ലാതെ പരാതിക്ക് ആധാരം ഈ സിനിമകൾ മാത്രമാണ്. താങ്കൾ കൂടെ പരാതിയിലൊക്കെ സെക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? സെക്സ് വേറെയാണ്, സിനിമ വേറെയാണ്. അതായത് ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖമാണ് ഞാൻ പറഞ്ഞത്. ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഇവര് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് ഇവര് ഈ കോണ്ടം മറ്റേ കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ, അത് ഏകദേശം 30 കോടിയിലോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്നും എൻ്റെ ഈ വീഡിയോ പോൺ സൈറ്റ് ഞാൻ പറഞ്ഞത് ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചു കൂടാന്ന് രാജ്യത്ത് നിയമമില്ല. ആ പരസ്യങ്ങൾക്കും നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പോൾ സെക്സാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് ശ്രീ മാർട്ടിൻ മേനോൻ, താങ്കളുടെ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതായത് അവർ ഈ പോൺ സൈറ്റിൽ എൻ്റെ വീഡിയോ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. ഏത് പോൺ സൈറ്റ് ആണ്? അപ്പൊ അതിനുശേഷം നിങ്ങൾ ഈ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. പൊന്നു മാർട്ടിനെ, ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് 2 പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എൻ്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ മേനാച്ചേരി?
അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പോൾ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേതാ മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും. ബന്ധപ്പെട്ട ഞാൻ വക്കീലുമായിട്ട് അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ, 4 അങ്കയുടെ അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പോൾ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ, കുത്തി ഇരുന്ന് കണ്ടതല്ല. ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. 2 പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ ഇത് ഫോണിൽ കണ്ടു എന്ന് ഞാൻ അവർ നോക്കുന്നത് ഞാൻ കണ്ടപ്പോഴാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? അല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. അതെന്താണ്? സൈറ്റുകളിൽ കാണുന്ന താങ്കൾ കണ്ടാണല്ലോ. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? അതെനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പബ്ലിക്കായിട്ട്? അല്ല, താങ്കൾ പറഞ്ഞാണ് കളിമണ്ണ് സിനിമ, ഈ പറയുന്ന എന്താണ് പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളാണ് താങ്കൾ പറയുന്നത്, അതല്ലേ? അത് പറഞ്ഞാൽ എന്താ? അത് സെൻസർ കഴിഞ്ഞ സിനിമ മാണിക്യം അല്ലെങ്കിൽ അതെ, അതിലൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? നിങ്ങൾക്ക് ഞാൻ ഇത് പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇല്ല, പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാണ്. ഈ സാധനമാണ് ഞാൻ താങ്കൾ കിട്ടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, രാജ്യത്ത് ബാൻഡ് ആയിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന് ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നേ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്താൽ, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഈ സാധനം ഞാൻ ഇത് ചെക്ക് ചെയ്തു, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സാധനം ചെക്ക് ചെയ്ത് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഓപ്പൺ പറ്റുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം എന്താ? രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകളാ ഈ പറയുന്ന എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ. താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണോ. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണണം. ഹാഷ്മി, ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകരുത്. അതായത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരം ഒരു സൈറ്റ് കാണുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്തത്. ഇതിനെ ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ശ്വേതാ മേനോൻ ഈ സംഭവത്തിൻ്റെ ഈ ലിങ്ക് ഞാൻ അടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ഇത്രയും വൾഗറായിട്ട് സംഭവം കാണുകയും ഞാൻ ഒരു നിയമവിദഗ്ധരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അല്ല, ഞാനിത് കണ്ടുകൊണ്ട് നിന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, താങ്കൾ ഒരു കുന്ന് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ. താങ്കൾ ഒരു കുന്ന് ഈ പറയുന്ന 4 അങ്കയുടെ ഈ ബ്ലൂ വെബ്സൈറ്റ് കൊടുത്തേക്കാം താങ്കൾ. അപ്പൊ താങ്കൾ ഇത് മൊത്തം തുറന്നു കണ്ടു. അത് അത്ര സാധനം സാറ് താങ്കൾ മൊത്തം തുറന്നു കണ്ടെങ്കിൽ താങ്കൾ എന്തോ ഈ പറഞ്ഞ പോൺ വെബ്സൈറ്റിന്റെ അഡിക്ഷൻ താങ്കൾക്കുണ്ട്. താങ്കൾ ചികിത്സിക്കണം. അത് വലിയ പ്രശ്നമാണത്. ഹാഷ്മി, ഞാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകരുത്. ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞത് ഈ 2 കുട്ടികൾ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ അവരുടെ ഫോണിൽ നിന്ന് ഈ സാധനം മേടിച്ചിട്ട് ഞാൻ ഈ ലിങ്ക് അടിച്ച് ഈ സംഭവം നോക്കുമ്പോൾ ഈ വെബ്സൈറ്റുകളുടെ ഒരു നീണ്ട നിരയാണ് കാണുന്നത്. ഞാൻ അതിൻ്റെ ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഈ സാധനം ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നീണ്ട നിരയാണ് കാണുന്നത്. ഞാൻ ഹൈക്കോടതിയുടെ പരിസരത്ത് വെച്ചാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ബന്ധപ്പെട്ട ഒരു നിയമവിദഗ്ധൻ. താങ്കൾ ഈ പരാതിയിൽ പറയുന്നൊന്നും അല്ലല്ലോ. താങ്കൾ ഈ പരാതിയിൽ പറയുന്നത് കുട്ടികൾ കണ്ട കാര്യമൊന്നുമല്ലോ. അതായത് കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് എന്ത് സെക്സ് വ്യാപാരം ആര് നടത്തി? ഏത് കുട്ടികളുടെ നഗ്നമായ ഫോട്ടോ ആരയച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? അപ്പം ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. താങ്കളുടെ ഒരു മോശമായ രീതിയിലുള്ള ഒരു പിക്ചർ ഒരു സൈറ്റിലുണ്ട് എന്നറിഞ്ഞാൽ താങ്കൾ നടപടി എടുക്കൂല്ലയോ? അല്ല, മാർട്ടിൻ മേനാച്ചേരി, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ എവിടെ ആര് കൊടുത്തു? ആര് സെക്സ് വ്യാപാരം നടത്തി? കുറെ ഉടായ്പ നിറച്ചൊരു പരാതി കൊടുക്കുക കോടതിയിൽ, അല്ലേ? എന്നിട്ട് കോടതിയെ ദുരുപയോഗം ചെയ്യാം താങ്കൾ, അല്ലേ മാർട്ടിൻ മേനാച്ചേരി? മര്യാദയോടല്ലേ അത്? അങ്ങനെ അല്ലല്ലോ ഹാഷ്മി. പിന്നെന്താ? ഹാഷ്മി, ഞാൻ ചോദിച്ചതിന് ഉത്തരം അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ച ഉത്തരം എന്ന് പറ. ഏത് കുട്ടികളുടെ ഏത് സെക്സ് വ്യാപാരം ആരെവിടെ നടത്തി? പോലീസ് ഇട്ടേക്കുന്ന എന്താ വകുപ്പ്? എന്താ? ഇമ്മോറൽ ട്രാഫിക്. എന്താ നടക്കുന്ന മാർട്ടിൻ? നിങ്ങൾ ആ സൈറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞു. ആ സൈറ്റിൽ എന്താ ഉള്ളേ? ആണോ? ഞാൻ ആ സൈറ്റ് കണ്ടില്ല. എന്താ ഉള്ളതെന്നുള്ളത് ആ സൈറ്റ് തുറന്നു നോക്കാൻ പറ്റുന്നില്ല എനിക്ക്. ബാൻഡ് രാജ്യത്ത് ബാൻഡ് എനിക്ക് എന്നെ പോലെ സാധാരണ പൗരന്മാർ തുറക്കാൻ പറ്റത്തില്ല. താങ്കളെ പോലുള്ളവർക്ക് മാത്രം തുറന്നു കിട്ടുന്ന സൈറ്റുകളാണ് അതൊക്കെ.
എനിക്ക് തുറന്നു കിട്ടി. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് എങ്ങനെയാണ് കണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അല്ല, രണ്ടാമത് ഞാൻ അല്ലല്ല, നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. അല്ല, ഓരോ ഞാൻ പോസ്റ്റ് ചോദിക്കുന്നത് താങ്കൾ തുറന്നു നോക്കിയോ? നിങ്ങളുടെ ഒരു വീഡിയോ, നിങ്ങളുടെ ഒരു ഫോട്ടോ, 1 സെക്കൻഡ്, നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു ഇതുപോലെ തന്നെ ഒരു മോശമായ രീതി ഒരു പശ്ചാത്തലത്തിൽ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തന, നിങ്ങളൊരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ പരാതി കൊടുക്കുമോ ഇല്ലയോ? അല്ല, താങ്കളുടെ ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? ശ്വേതാ പരാതി കൊടുത്തില്ല. ഇല്ല, താങ്കളുടെ ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? മാർട്ടിൻ മേനാച്ചേരി താങ്കൾ കണ്ട് താങ്കളെ മാർട്ടിൻ രാജ്യത്ത് മറ്റാർക്കും കാണാൻ കഴിയാത്ത, രാജ്യം നിയമം മൂലം നിരോധിച്ച ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾ കുത്തിയിരുന്ന് കാണുക, എന്നിട്ട് കുത്തിയിരുന്ന് കണ്ട് ഇത് മൊത്തം സെർച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് അവിടെ ഇവിടെ അവിടെ 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 യഥാർത്ഥ പോൺ വീഡിയോ കാണാതെ ഈ തുണ്ടും തൊടിയുള്ള ഈ സാധനം ഏതോ ഞരമ്പരോഗി അപ്ലോഡ് ചെയ്യുന്ന സാധനം താങ്കൾ അതുകൊണ്ട് കോടതിയിലേക്ക് പോവുക. താങ്കൾക്കാണോ പ്രശ്നം, ശ്വേതക്കാണോ പ്രശ്നം? മാർട്ടിൻ, ചോദിക്കട്ടെ. അപ്പൊ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ താങ്കളുടെ ഇതുപോലെ ഒരു മോശമായ ഒരു ഫോട്ടോ ഒരു വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ താങ്കൾ മിണ്ടാതിരിക്കുവോ? മോശമായ ശ്വേതാമേനോൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്റെ വീഡിയോകൾ ഫോൺ സൈറ്റിൽ ഉണ്ടെന്ന് ശ്വേതാമേനോൻ പറയുന്നതിന്റെ ഇന്റർവ്യൂ ഉണ്ട് എന്റെ കയ്യില്. എപ്പോഴാ പറഞ്ഞത്? എന്നാ പറഞ്ഞത്? അവർ സമ്മതിക്കുന്നുണ്ട് ഫോൺ സൈറ്റിൽ. മാർട്ടിൻ മാനേജർ, താങ്കൾ മാധ്യമപ്രവർത്തകനാണെന്ന് പറയുന്നുണ്ട്. താങ്കൾ ഏത് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇംഗ്ലീഷ് ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഇംഗ്ലീഷ് ന്യൂസ് ആണ്? ഞാൻ ഡൽഹിയിൽ നിന്നുള്ള കൺട്രി ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. താങ്കൾ ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള റീജിയൺ സെക്രട്ടറി എന്തോ ആണോ? അതെ. താങ്കളുടെ ന്യൂസ് പേപ്പർ ഏതാണ്? കൺട്രി ആൻഡ് പൊളിറ്റിക്സ്. ഇത് രാജ്യവ്യാപക സംഘടനയാണോ? അതെ അതെ. അതിന് ജനറൽ സെക്രട്ടറിയുടെ പേരെന്താ? നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതിന് ജനറൽ സെക്രട്ടറിയുടെ പേരെന്താ? ബിപിൻ കൗർ. ബിപിൻ കൗറിനെ താങ്കൾക്ക് അറിയാവോ? തീർച്ചയായിട്ടും. താങ്കളെ ബിപിൻ കൗറിന് അറിയാവോ? ബിപിൻ അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇതിന്റെ ഒരു ഭാരവാഹിയായിട്ടിരിക്കുന്നത്. താങ്കളാണോ ഇവിടുത്തെ അതിന്റെ നേതാവ്? ഏതാ? താങ്കളാണോ ഈ സംഘടനയുടെ കേരളത്തിലെ നേതാവ്? താങ്കളാണോ? കേരളത്തിലെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എന്നാ ബിപിൻ കൗർ പറയുന്നത് കേൾക്കാവോ? ഒന്ന് പ്ലേ ചെയ്യോ? 24 न्यूज का रिपोर्टर हूँ, केरला चैनल 24। तो आपका वेबसाइट इंडियन न्यूज़पेपर एसोसिएशन का वेबसाइट पे ये नंबर मिला मेरे को। मैं एक प्रोग्राम में हूँ अभी। अच्छा, मेरे को एक इन्फॉर्मेशन, खाली एक इन्फॉर्मेशन चाहिए। आपका केरला चैप्टर है क्या न्यूज़पेपर एसोसिएशन का? हाँ है। इनका अध्यक्ष का नाम पता है? सुवर्ण कुमार। सुवर्ण कुमार? हाँ जी, सुवर्ण कुमार। सुवर्ण कुमार प्रदीप अम्बिली। प्रदीप अम्बिली। ഓക്കെ 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 ഓക്കെ. സുവർണകുമാറും പ്രദീപം പൊളിയോ മറ്റേ മാർട്ടിൻ മേനാച്ചേരി, നിങ്ങൾ ഈ പറയുന്ന ആ കടലാസ് സംഘടനയുടെ ഇവിടുത്തെ ആൾക്കാർ? പ്രസിഡന്റാണ് സുവർണകുമാർ. താങ്കളെ അറിഞ്ഞൂടാ? പ്രസിഡന്റാണ് സുവർണകുമാർ. താങ്കളെ അവിടുത്തെ ആൾക്കാർ അറിഞ്ഞൂടാ? പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലോ. താങ്കളെ അവിടുത്തെ ആൾക്കാർക്ക് അറിഞ്ഞു? ബിപിൻ കൗറിനെ ഒന്നും താങ്കളെ അറിഞ്ഞൂടാ? ഒന്നാമത് ആ സംഘടന ഉടായ്പ സംഘടനയാണെന്ന്, പേപ്പർ സംഘടനയാണെന്ന് തോന്നുന്നു. അതിന്റെ കേരള ചാപ്റ്ററായ താങ്കളെ ആർക്കും അറിഞ്ഞൂടാ? അവിടെ ഒന്നും ആർക്കും അറിഞ്ഞൂടാ? മാധ്യമപ്രവർത്തകർ നാണൊക്കെ ഉണ്ടാക്കി വെക്കല്ലേ? മാർട്ടിൻ മേനാച്ചേരി, എന്റെ ചോദ്യം, കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ കൊടുത്ത് വ്യാപാരം നടത്തിയത് ആരാണ്? അതിന് ബന്ധപ്പെട്ട എവിഡൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. ആരാണത്? അത്തരം തെളിവുകൾ എനിക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന് മുൻപിൽ നിന്ന് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് കോടതിയുടെ പരിഗണനയിലും പോലീസിന്റെ അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് പറയാൻ കഴിയില്ല. അതിന്റെ ഏകദേശ സൂചന പോലും പറയാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞ ഐ ആം ദ ഹോട്ടസ്റ്റ് അതൊക്കെ വെച്ച് പറയാനുള്ള സാധനം ഇതൊക്കെ ഉടായിപ്പല്ലേ മാർട്ടിൻ മേനാച്ചേരി? കോടതിയെ ദുരുപയോഗപ്പെടുത്താൻ ഉടായിപ്പാണ് മാർട്ടിൻ മേനാച്ചേരി. താങ്കൾ ആരുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്? എന്റെ ചോദ്യം, താങ്കൾ ആരുടെ കൊട്ടേഷൻ എടുത്താണ് ഈ പരാതി മുന്നോട്ടേക്ക് പോകുന്നത് മാർട്ടിൻ മേനാച്ചേരി? അല്ലെ, കൊട്ടേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. താങ്കൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് കൊട്ടേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. താങ്കൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ചോദിക്കുന്നത് ഞാൻ. കൊട്ടേഷൻ നോക്കാൻ അതേ അർത്ഥമുള്ളൂ. താങ്കൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്നെ കണ്ട മാധ്യമ പ്രവർത്തകർ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ മത്സരിക്കുന്നതുകൊണ്ട് ആരോ കൊട്ടേഷൻ തന്നു പറഞ്ഞു. ഞാൻ പറയണത് 1-ാം തീയതി, അത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. മനസ്സിലായോ? മാർച്ച് 1-നാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ഇന്നലെ ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമല്ല ഞാൻ പരാതി കൊടുക്കുന്നത്. മാർച്ച് 1-നാണ് പരാതി കൊടുത്തത്. മാർട്ടിൻ, താങ്കൾ ഈ പറയുന്ന എന്താണ്? താങ്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയ മര്യാദകൾ എഴുതി ഫേസ്ബുക്കിലിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കൾ പോൾ തേലക്കാടിനെ വിളിച്ച് കാസയ്ക്ക് വേണ്ടി വൃത്തിയോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കളുടെ രാഷ്ട്രീയം എന്താണ്? അല്ല, ഞാൻ ചോദിക്കണേ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താങ്കൾ, അല്ലേ?
കന്യാസ്ത്രീ ജയിലിൽ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ കോൺഗ്രസ് എന്തോ മുതലെടുക്കുകയാണ് എന്ന് പറയുന്ന ആളാണ് താങ്കൾ. അപ്പൊ താങ്കളുടെ ഒരു രാഷ്ട്രീയ ചായ്വ് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുവഴി ആർക്കെങ്കിലും മനസ്സിലാവട്ടെ ആർക്ക് വേണ്ടിയാണ് താങ്കളുടെ പണി എന്ന് മനസ്സിലാക്കുന്ന കാര്യം. നിഷ്പക്ഷമായ രീതിയിൽ നിലപാടെടുക്കുന്ന ഒരാളെയാണ്. അത് നിഷ്പക്ഷമായ രീതിയിൽ നിലപാടെടുക്കുന്ന ആള് തന്നെയാണ്. ഓക്കെ, ഞാൻ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക്